വലിയ ജനത്തിരക്ക് ഇപ്പോൾ സന്നിധാനത്തും പമ്പയിലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ അയ്യപ്പ ഭക്തന്മാർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം നൽകിയിട്ടില്ല. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയതിനു ശേഷം മാത്രമേ ഇനി ഭക്തരെ പമ്പയിൽ നിന്ന് കടത്തിവിടുകയുള്ളൂ. സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഇന്ന് പുലർച്ചെ 12 മണിക്ക് ശേഷം 32,000-ലധികം ഭക്തരാണ് പമ്പ വഴി ഇന്ന് സന്നിധാനത്തേക്ക് പോയിട്ടുള്ളത്. അയ്യപ്പ ഭക്തരുടെ ഈ തിരക്ക് ഇപ്പോൾ ഒന്ന് നിലച്ചിരിക്കുകയാണ്. കാരണം പമ്പയിൽ നിന്നും ആരെയും ഇപ്പോൾ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നില്ല. 10 മണി മുതൽ തന്നെ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നത് തടഞ്ഞിരുന്നു. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് പമ്പയിലും ഭക്തരെ ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിന് ഒരു താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ഇത് വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് ഭക്തരിറങ്ങി തുടങ്ങുന്നത് വരെയും തുടരാനാണ് തീരുമാനം. തിരുവാഭരണ ഘോഷയാത്ര അടക്കം കടന്നു പോകുമ്പോൾ സുഖമായി അത് സന്നിധാനത്ത് എത്തിക്കുന്നതിനും മറ്റുമായാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്നലെ മുതൽ പോയ ഭക്തരിൽ വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് സന്നിധാനത്ത് നിന്നും മലയിറങ്ങിയിട്ടുള്ളത് എന്നതാണ് ഇവിടെ പോലീസിനും മറ്റും ലഭിച്ചിട്ടുള്ള കണക്ക്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് ഉണ്ടാകും എന്നും അത് വൈകിട്ട് സന്ധ്യയോടുകൂടി ഇറങ്ങുമ്പോൾ അത്തരം വലിയൊരു തിരക്ക് പമ്പയിലേക്ക് ഉണ്ടാവും എന്നും കണക്കാക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ നേരത്തെ ഇറങ്ങിയ ഭക്തരടക്കം ഇവിടെ ഹിൽ ടോപ്പിൽ നിന്ന് മകരജ്യോതി കാണുന്നതിനുള്ള ഒരു ശ്രമത്തിൽ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവിടെയും വലിയ ആൾക്കൂട്ടമാണ് ഉള്ളത്. ഇപ്പോൾ പലരും പമ്പ ഗണപതി ക്ഷേത്ര പരിസരത്ത് തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഇറങ്ങിയ ഭക്തർ പലരും പമ്പയിൽ നിന്ന് മകരജ്യോതി കണ്ടു മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇത്തരത്തിൽ വളരെ ആൾക്കാരുടെ ഒരു തിരക്ക് അത് നിയന്ത്രിക്കാനുള്ള വലിയ കഠിന പ്രയത്നം തന്നെയാണ് പോലീസിന് മുന്നിൽ ഉള്ളത്. ഇവിടെ നിരവധി ആരോഗ്യ പ്രവർത്തകർ അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെല്ലാം തന്നെയുണ്ട്. അതിനു പുറമെയാണ് ഇത്തരത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും എല്ലാം ഇന്നത്തെ ഈ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒത്തുചേർന്നിട്ടുണ്ട്. ഇത് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറമാവുമോ വൈകിട്ടത്തെ തിരക്കെന്ന ഒരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നതും.